എല്ലാവരും ദീപാവലിയൊക്കെ ആയിട്ട് 2-3 ദിവസമൊക്കെ ആയിട്ട് പടക്കം പൊട്ടിക്കലും ആഘോഷങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് മിനിഞ്ഞാന്ന് ചെറുതായിട്ടൊരു പണി കിട്ടി. പെട്ടെന്നാണൊരു തണുപ്പും തലവേദനയും പനിയുടെ സിംറ്റംസൊക്കെ ഇങ്ങനെ പറന്നെത്തിയത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. നല്ല രീതിയിൽ വെള്ളവും കുടിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങിയപ്പോൾ ഒരു 80% ഓക്കെ ഇന്നലെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ വർണ്ണങ്ങളൊക്കെ പൊട്ടിക്കാനായിട്ടൊക്കെ ഇറങ്ങി. പടക്കം ഞാൻ പൊട്ടിക്കാറില്ല, ഇവിടെ അധികം അങ്ങനെ വാങ്ങിക്കാറുമില്ല. ബാക്കി വർണ്ണങ്ങൾ എല്ലാ ടൈപ്പും ഞാൻ വയ്ക്കാറുണ്ട്. അപ്പോൾ മിനിഞ്ഞാന്നത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതൊന്ന് കാണാൻ പോലും ഇറങ്ങില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ആയപ്പം ഒരുവിധം ഓക്കെ ആയിരുന്നു. എന്നിട്ടും ആ ഒരു കരിമരുന്നിൻ്റെയൊക്കെ സ്മെല്ല് എനിക്ക് വീണ്ടും തലവേദന ചെറുതായിട്ടൊക്കെ ഒരിതുണ്ടായിരുന്നു. അങ്ങനെ എന്ത് തന്നെ ആയാലും ഞാൻ ഒരുവിധം ഓക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിച്ചു. പിന്നെ രാത്രി ഞങ്ങൾ ചെറിയൊരു മൂവിയൊക്കെ ഇട്ട് അത് കണ്ട് ഇനി നാളെ രാവിലെയാണ് പണി വരുന്നത്. കാരണം മുറ്റം മൊത്തം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അതെല്ലാം ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാണ്. ആ കരിമരുന്നിൻ്റെ അതെല്ലാം ആ ടൈലിലും തറയോടിലൊക്കെ മൊത്തവും പറ്റും. പിന്നെ എവിടെയെല്ലാം ചിന്നിച്ചിതറി സാധനങ്ങൾ കിടക്കണം അതെല്ലാം വൃത്തികേടാക്കണം. പിന്നെ പൊതുവേ ദീപാവലിക്ക് എല്ലാ വീടുകളിലും ദോശയാണെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ ദോശയാണ് വയ്ക്കാറുള്ളത്. ദോശ സാമ്പാറോ ദോശ ചിക്കനോ എന്തെങ്കിലും കറിയായിരിക്കും. ദോശ മസ്റ്റായിട്ടും കാണും. പിന്നെ രാവിലെ ഒരു എണ്ണയൊക്കെ തേച്ചിട്ടൊരു ദീപാവലി കുളി എന്ന് പറയുന്നൊരു കുളിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ഹെൽത്ത് അത്രയും കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ആ കുളിയൊന്നും നടന്നില്ല. പിന്നെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ദീപാവലി.